നീ എന്താ ചെയ്യുന്നത്? എന്ത് ഡോക്യുമെന്റാ ചെയ്യുന്നത്? തേർഡ് പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. പ്ലാനോ? ഞങ്ങൾക്ക് അങ്ങനെ പ്ലാനൊന്നും ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് ജസ്റ്റ് പ്രൊജക്റ്റ് ഔട്ട് കാണിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് പ്രൊജക്ട്സ് മെത്തഡോളജീസിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ അജൈൽ മെത്തഡോളജി വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അജയ് മെത്തഡോളജിയോ? അതെന്താ? അതായത് അജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നത് പാർട്സ് ആയിട്ട് ഓരോ പാർട്സും വെച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തത് മൊത്തം ചെയ്ത് ലാസ്റ്റ് അല്ലേ നിങ്ങൾക്ക് സബ്മിഷൻ വരുന്നത്, ദെൻ എന്നിട്ടല്ലേ അതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ഓരോ പാർട്സും ചെയ്ത് അതപ്പം തന്നെ കാണിച്ചു കൊടുത്ത് അതിലെന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് നമുക്ക് അപ്പം തന്നെ അവർ പറഞ്ഞു തരും. ദെൻ അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു അപ്ഡേറ്റ്സ് ഒന്നും വരത്തില്ല. അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്ന പ്രൊജക്ട്സും അജയ് പ്രൊജക്ട്സും തമ്മിൽ എന്താ വ്യത്യാസം? അതായത് അജയിലേക്ക് ഇപ്പോൾ വരുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിൽ നമുക്ക് ലാസ്റ്റിലോട്ട് ബഗ് ഉണ്ടാകത്തില്ല. അതാണ് അതിൽ മെയിൻ കാര്യം. പിന്നെ നമുക്കിപ്പോൾ കമ്പനീസ് എല്ലാവരും ഇപ്പോൾ അജയിൽ റിക്വയർമെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അജയിൽ അറിയുന്ന ഒരാളും അറിയാത്ത ഒരാളും വെച്ച് നോക്കുമ്പോൾ നമുക്കായിരിക്കും ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്കതൊരു ഉപകാരമാണ് ഈ അജയിൽ പഠിച്ചു വയ്ക്കുന്നത്. കൊള്ളാലോ, എനിക്ക് നിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നീ ആ ഡീറ്റെയിൽസ് എനിക്കൊന്ന് ഷെയർ ചെയ്യുമോ? ഞാൻ നമ്പർ ഷെയർ ചെയ്ത് തരാം, നീ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്ക്. ഓക്കെ.